ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡനിൽ ചെയ്തേക്കുന്ന ഒരു മേക്കോറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഇത് പറിച്ച് കുഴിച്ചിടാം. നമ്മൾ നടുക്ക് വഴി കൊടുത്തിട്ട് ഇപ്പുറത്തും ക്രോട്ടൺ പ്ലാന്റ് ആണ് വെക്കണത്. അപ്പൊ നടുക്കിക്കോടെ ഒരു വഴി വരും, രണ്ട് സൈഡിലും ഇതുപോലെ ഹൈറ്റിൽ ക്രോട്ടൺ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് റോട്ടിൽ നിന്നുള്ള ഭാഗത്ത് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഒരു വഴി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തേക്കണതാണ്. അപ്പോൾ ആദ്യം ഇവിടെ മൊത്തം ഈ ക്രോട്ടൺ പ്ലാന്റ് ആയിരുന്നു. ഈ ഹൈറ്റിൽ തന്നെ ക്രോട്ടൺ പ്ലാന്റ് മൊത്തം ഉണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് ഭാഗം മാറ്റി വേറെ കുഴിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു വഴി ഇട്ടേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റോട്ടിൽ നിന്ന് വരുന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു വഴി സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബോർഡർ പോലെ ക്രോട്ടൺ പ്ലാന്റ് പിടിപ്പിച്ചേക്കായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ വഴി സെറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്നു, ഈ ഹൈറ്റിൽ ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും ഹൈറ്റിൽ ഈ വശത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വശത്ത് നമുക്കൊപ്പം കുറച്ച് നിർത്തി. അപ്പോൾ ആദ്യമൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. പക്ഷെ ഇപ്പോൾ വലുതായി വന്നു കഴിയുമ്പോൾ നല്ല രസമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കപ്പ് സോസും ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് മഴയത്തും വെയിലത്തും എപ്പോഴും പൂ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇതിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വശത്ത് നമുക്ക് ഇതായി വരണുള്ളൂ. ഗോൾഡൻ അരേലിയാണിത്. അപ്പോൾ ഈ ഒരു വശം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ വശത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചാറുകൊണ്ട് സമയം എടുക്കണുണ്ടാവാനായിട്ട്. ഇത് നമ്മുടെ മുന്നത്തെ കിളിക്കൂടാണ്. നമ്മുടെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളുണ്ടാക്കിയ കിളിക്കൂട്, കാശിയുടെ അത് ഉണ്ടാക്കിയ കിളിക്കൂടാണ് കേട്ടോ. അപ്പോൾ അതുമ്പോൾ നമ്മൾ ക്യാച്ചിങ് പ്ലാന്റ് കയറ്റി കൊടുത്തേക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. മൊത്തം പൊതിഞ്ഞേക്കാണ്. നമ്മളവിടെ കിളികൾക്ക് വെള്ളവും നെല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് ക്യാച്ചിങ് പ്ലാന്റ് തന്നെ. ഒരു ഇരുമ്പിൻ്റെ ഇതാണ് കേട്ടോ, കമ്പി വളച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. കുട പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഞാണ്ട് വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. അങ്ങനെ നിർത്തിയാക്കുന്നതാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ കുട പോലെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. മഞ്ഞ പൂവും ഇലയായാലും നിൽക്കാനായിട്ട് നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഈ ചെടിയുടെ പേരെനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതുമ്പോൾ നിറച്ച് മുള്ളുണ്ട്. അപ്പോൾ നമുക്ക് മുള്ളിച്ചെടി എന്ന് വിളിക്കാം. ഇതിൻ്റെ നമ്മൾ വേറൊരെണ്ണം ഇവിടെ നിന്ന് പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വലിയ ഇതായി, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. നല്ല വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വെരിഗേറ്റഡ് പേരയാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ പേര ഉണങ്ങിപ്പോയി, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഇതുപോലെ എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഗാർഡൻ കാണുമ്പോഴും ഇപ്പോഴത്തെ ഇത് കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഭംഗി കൂടുതലായിട്ടുണ്ടെന്ന് കേട്ടോ. റോട്ടിൽ വളയ്ക്കാൻ പോലും ഇതിലേ തന്നെ പോകും. അങ്ങനെ വളച്ച് പോകും. ഐ വഴി തെറ്റി, വഴി കാട്ടു, മുയലിന് വഴി കാട്ടി കൊടുത്തു. ഐ വഴി തെറ്റി. ഐ പിന്നെയും തെറ്റി. ആ പോട്ടെ, മുയൽ പോട്ടെ. ഓ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അയ്യോ അയ്യോ അയ്യോ
അപ്പോൾ നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ഇത് സെറ്റ് ചെയ്യണേക്ക് മുന്നേ ആലോചിക്കാം. അതിൻ്റെ വിഷ്വൽ ഭംഗി നമ്മൾ കാണാം ആദ്യമേ തന്നെ. എന്നിട്ട് സെറ്റ് ചെയ്ത് അതുപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം എന്തായാലും പിടിക്കും നമ്മൾ ചെടികളൊക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. നമ്മൾ കാണുന്ന വിഷ്വൽ ഭംഗി തന്നെ നമ്മുടെ ഗാർഡനിൽ കിട്ടുകയും ചെയ്യും. പിന്നെ മെയിൻ്റെനൻസ് ഇതിൽ പ്രധാനമാണ്. നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പോയിട്ട് ഒരു കാര്യമില്ല, അടിക്കാനും പുല്ല് പറിക്കാനും നോക്കാം. അപ്പോൾ നല്ല ഭംഗിയിൽ കെടുക്കുകയും ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെയൊക്കെ ചെയ്യണത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെ ഒരു പുല്ല് പോലും മുളയ്ക്കാതെ ഇങ്ങനെ നിൽക്കണത് കേട്ടോ. അപ്പോൾ അതേ നമ്മ കപ്പ് സോസറിൻ്റെ അപ്പുറം 2 വൈറ്റ് പ്ലാന്റ് ആണ് വെച്ചിരുന്നത്. അപ്പോൾ അതേ ഒരു വശത്ത് നമ്മൾ വെച്ച റിബൺ ഗ്രാസ് ആണ് കേട്ടത്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, റിബൺ പോലെ തന്നെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇവിടെ ക്രോട്ടൺ പ്ലാന്റിൻ്റെ വേറൊരു എനോണ്ടാ. ഇത് ക്രോട്ടൺ പ്ലാന്റ് തന്നെ, അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ വെച്ചേക്കുന്നത്. നമ്മൾ അറ്റം വരെ അങ്ങനെ വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുത്തേക്കണതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പേസ് ഇട്ടേക്കണതാണ് കേട്ടോ. അവിടെ മതിൽ കെട്ടണം, അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ സ്പേസ് ഇട്ടേക്കണത്. അപ്പോൾ ഈ ഗാർഡൻ സെറ്റ് ചെയ്യണതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോരം വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.